ശ്രീ മിഥുൻ വിജയകുമാർ, ഇവിടെ എത്ര ആർജവമുള്ള ഒരു ഭരണാധികാരിയുടെ, ഒരു രാഷ്ട്രത്തലവന്റെ വാക്കുകളാണ് നമ്മൾ ഇപ്പോൾ കേട്ടത്. ശ്രീ മോഹൻ വർഗീസ് പറഞ്ഞതുപോലെ ഞങ്ങൾ തീരുമാനിക്കും എന്ത് ചർച്ച ചെയ്യണം എന്നുള്ളത്. നിങ്ങൾക്ക് വേണം ഇങ്ങോട്ട് ചർച്ച ചെയ്യാം. ഞങ്ങളുടെ ചർച്ച രണ്ട് വിഷയത്തിൽ മാത്രമാണ്. ഒന്ന് തീവ്രവാദം, അത് നിർത്തിയാൽ മാത്രം മറ്റു വിഷയങ്ങൾ. മറ്റൊന്ന് POK, അതുമായി ബന്ധപ്പെട്ട് മാത്രം. ഇത് പാകിസ്ഥാനോട് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ രണ്ടര ദിവസമായി നടത്തിയ ഒരു വലിയ പോരാട്ടത്തിന്റെ വിജയമെന്ന ആത്മവിശ്വാസം കൂടി പ്രധാനമന്ത്രിക്കുണ്ട്. തീർച്ചയായിട്ടും പ്രധാനമന്ത്രി ആത്മവിശ്വാസം. മിഥുൻ വിജയകുമാർ, തീർച്ചയായും ഇവിടെ പറയാം സാർ, പറയാം. ചോദ്യനോടല്ലേ? മിഥുൻ പറഞ്ഞോളൂ. മിഥുൻ, ഓക്കെ. അതെ, ഇവിടെ പ്രധാനമന്ത്രി പറഞ്ഞൊരു വളരെ ശക്തമായ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതായത് ശാന്തി കാ മാർഗ് ഭി ശക്തി സേ ഹോക്കർ ജാത്താ ഹൈ എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അത് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു കാര്യത്തിന് എംഫസിസ് കൊടുക്കുന്നത്. എനിക്ക് എന്റെ വോയിസ് തന്നെ എക്കോ കേൾക്കുന്നുണ്ട്. പിന്നെ ഇതില് നമ്മൾ ഒരു സെറ്റ് ചെയ്യുന്ന ഒരു പ്രീസിഡൻസ് ഉണ്ട് ഇവിടെ. അതായത് ഉറിക്ക് ശേഷം നമ്മൾ POKയിലെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തുന്നു. പുൽവാമയ്ക്ക് ശേഷം ബാലാകോട്ട് സ്ട്രൈക്ക് ചെയ്യുന്നു. പഹൽഗാമിന് ശേഷം അവരുടെ 9 തീവ്രവാദ കേന്ദ്രങ്ങൾ നശിപ്പിക്കുന്നു. അപ്പോൾ ഇന്ത്യയുടെ മെസ്സേജ് വളരെ ലൗഡ് ആൻഡ് ക്ലിയർ ആണ്. പാകിസ്ഥാൻ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഇൻഫിൽട്രേഷൻ ഇവിടേക്ക് നടത്തുകയാണെങ്കിൽ അതിന് ഇന്ത്യ മറുപടി കൊടുത്തിരിക്കും. അത് ഇത്രയും കാലമായിട്ട് ഇല്ലാത്തൊരു കാര്യമായിരുന്നു. അതായത് പാകിസ്ഥാൻ പല അറ്റാക്സും ഇന്ത്യയിൽ നടത്തിയിട്ടുണ്ട്. പാർലമെന്റ് അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. ഇപ്പം ഒരു എന്താ പറയുക, ഐസൊലേറ്റഡ് ആയിട്ടുള്ള അറ്റാക്സ് നോക്കുകയാണെങ്കിൽ ജമ്മുവിലെ പല സ്ഥലങ്ങളിലും, അഖ്നൂറിലാണെങ്കിലും EME ക്യാമ്പ് ആക്രമിച്ചിട്ടുണ്ട്. എത്രയോ എന്താ പറയുക ഓഫീസേഴ്സ് മരിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ കാലുച്ചക്കിൽ ആർമി സ്കൂൾ വരെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സമയത്തൊന്നും തന്നെ ഇന്ത്യ പ്രതികരിച്ചിട്ടില്ല. വലിയ രീതിയിലൊന്നും ഇന്ത്യ പ്രതികരിച്ചിട്ടില്ല. അന്നൊക്കെ നമ്മൾ സമാധാനം തേടി പോവുകയായിരുന്നു. പക്ഷെ ഇന്ന് ഇന്ത്യ വളരെ കൃത്യമായി പാകിസ്ഥാൻ ഒരു മെസ്സേജ് കൊടുക്കുന്നുണ്ട്. അതായത് ഇവിടെ ഏതെങ്കിലും രീതിയിലുള്ള ഇൻഫിൽട്രേഷൻ നടക്കുകയാണെങ്കിൽ അതൊരു ആക്ട് ഓഫ് വാർ ആയിട്ട് തന്നെയാണ് ഇന്ത്യ കാണുക എന്നത്. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ഇതിനെ കണ്ടതും, ആ രീതിയിലാണ് പ്രതികരിച്ചതും. അതിനുള്ള തിരിച്ചടി പാകിസ്ഥാൻ വളരെ സ്ട്രോങ് ആയി കിട്ടുകയും ചെയ്തു. മാത്രമല്ല ഇതിലെ അമേരിക്കന്റെ ഇന്റർവെൻഷൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അമേരിക്ക തുടക്കത്തിൽ JD വാൻസ് പറഞ്ഞ എന്താണ്, എന്താ പറയുക, ദിസ് ഇസ് നൺ ഓഫ് ആർ ബിസിനസ് എന്ന് പറഞ്ഞിട്ടാണ് JD വാൻസ് ഈ കാര്യത്തെ എന്താ പറയുക അഡ്രസ് ചെയ്തത്. അവിടെ നിന്നും ഡൊണാൾഡ് ട്രംപ് ഇടപെട്ടു, ഈ വിഷയം പരിഹരിച്ചു എന്നൊക്കെ പറയുമ്പോൾ അമേരിക്കയ്ക്ക് എന്തുകൊണ്ട് ഇടപെടേണ്ടി വന്നു എന്നതാണ് ഒരു പക്ഷേ നമ്മൾ ഇവിടെ നോക്കിക്കാണേണ്ട ഒരു കാര്യം. ഇവിടെ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, പാകിസ്ഥാൻ ഈ ഒരു വാറിലേക്ക് വന്ന ശേഷം, അതായത് പാകിസ്ഥാൻ തീവ്രവാദ ക്യാമ്പുകൾ നമ്മൾ ആക്രമിച്ചതിന് ശേഷം പാകിസ്ഥാന്റെ മിലിറ്ററി ആയിരുന്നു അതിൽ റെസ്പോണ്ട് ചെയ്യുന്നത്. അങ്ങനെ ഒരു മിലിറ്ററി റെസ്പോൺസ് ഉണ്ടായപ്പോൾ നമ്മൾ തിരിച്ചടിച്ചു. ആ തിരിച്ചടിയിൽ പാകിസ്ഥാൻ ഉണ്ടായ നഷ്ടങ്ങൾ എന്ന് പറയുന്നത് 40 മുതൽ 50ഓളം പട്ടാളക്കാർ അവരുടെ പട്ടാളക്കാർ മരിച്ചു. 100ഓളം അവരുടെ ഭീകരവാദികൾ കൊല്ലപ്പെട്ടു. ഭീകരവാദികൾ എന്ന് പറയുമ്പോൾ അവരുടെ ഒരു ആൾട്ടർനേറ്റ് ആർമി പോലെയാണ് ഭീകരവാദികൾ അവിടെ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അതവർക്ക് വലിയ നഷ്ടങ്ങളാണ് ഉണ്ടായത്. അവരുടെ ക്ലാസിഫൈഡ് ആയിട്ടുള്ള പല സേനാ കേന്ദ്രങ്ങളും നമുക്ക് തകർക്കാൻ സാധിച്ചു. 11ഓളം വ്യോമ കേന്ദ്രങ്ങൾ നമ്മൾ ആക്രമിച്ചു. വളരെ കൃത്യമായി തന്നെ, അതായത് ബോലാനി, സർഗോദ, പിന്നെ ഈ പറഞ്ഞ പോലെ പർസാർ, സുക്കൂർ, ഈ പറഞ്ഞ എയർഫീൽഡ്സ് ഒക്കെ തന്നെ ഇന്ത്യ വളരെ പ്രിസിഷനായിട്ട് അറ്റാക്ക് ചെയ്തിട്ട് നശിപ്പിക്കാൻ ഇന്ത്യക്ക് സാധിച്ചു. അപ്പോൾ പാകിസ്ഥാൻ എന്തുകൊണ്ടും വളരെ ഒരു എന്താ പറയുക, ഈ യുദ്ധത്തിൽ പാകിസ്ഥാന് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല എന്നുള്ള അവസ്ഥയിലായപ്പോഴാണ് അമേരിക്കയുടെ സഹായം തേടിയത് അവർ. മാത്രമല്ല പാകിസ്ഥാന്റെ ഈ പറഞ്ഞ അവരുടെ ആണവശക്തി എന്ന ഇവർ പറഞ്ഞ ന്യൂക്ലിയർ കേപ്പബിലിറ്റി, അവരുടെ ന്യൂക്സിന് അവർ എപ്പോൾ വേണമെങ്കിലും എടുത്ത് ഉപയോഗിക്കും. അതിന്റെ ആ ഒരു ബ്ലാക്ക് മെയിലിംഗിന്റെ പുറത്താണ് അവർ ഈ തീവ്രവാദ ക്യാമ്പുകളൊക്കെ സെറ്റ് ചെയ്യുന്നതും ഈ തീവ്രവാദ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നതും. ഏത് സമയത്തും ന്യൂക്ലിയർ വെപ്പൺ പ്രയോഗിച്ചേക്കാം എന്നൊരു ഭീഷണി അവർ എല്ലാ കാലത്തും മുഴക്കിയിട്ടുണ്ട്. പക്ഷേ ആ പറയുന്ന ന്യൂക്ലിയർ ഫെസിലിറ്റി പോലും ഇന്ത്യക്ക് ഡാമേജ് ചെയ്യാൻ സാധിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പല റിപ്പോർട്ടുകളുണ്ട്. ഈവൻ അമേരിക്കൻ മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്യുന്നൊരു കാര്യമുണ്ട്. അവിടെ ഒരു ഈജിപ്ഷ്യൻ എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്തു. ആ ഈജിപ്ഷ്യൻ എയർക്രാഫ്റ്റ് ഐസോട്ടോപ്പ് ബോറോൺ 10 അതിന്റെ സപ്ലൈ ആണ് അവിടെ നടത്തിയത്. കാരണം ഈ റേഡിയേഷൻസ് അബ്സോർബ് ചെയ്യാൻ പാകത്തിലുള്ള ഒരു സാധനമാണ് ബോറോൺ 10. അപ്പം ബോറോൺ 10ന്റെ സപ്ലൈ അവിടെ എന്തുകൊണ്ട് നടക്കുന്നു പാകിസ്ഥാനിൽ? മാത്രമല്ല അതേ സമയത്ത് US ഡിപ്പാർട്ട്മെന്റിന്റെ ന്യൂക്ലിയർ എമർജൻസി റെസ്പോൺസിന് വേണ്ടിയിട്ട് പറക്കുന്ന റെസ്പോൺസിനുള്ള ഒരു എയർക്രാഫ്റ്റ് അവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 എയർക്രാഫ്റ്റ്സ് എന്തുകൊണ്ട് ലാൻഡ് ചെയ്തു? അപ്പം ഇന്ത്യ ഉണ്ടാക്കിയ ഡാമേജ് ചെറുതല്ല. ആ ഡാമേജിന് എന്താ പറയുക, അതിന് പിടിച്ചു നിൽക്കാൻ പറ്റാതെയാണ് പാകിസ്ഥാൻ US-ന്റെ അടുത്തേക്ക് ഒരു അപേക്ഷയായിട്ട് പോയത്. പാകിസ്ഥാന്റെ DGMO കൃത്യമായി നമ്മളെ എന്താ പറയുക ബന്ധപ്പെട്ട് ഈ ഒരു സീസ് ഫയറിലേക്ക് നമുക്ക് പോകാമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. അല്ലാതെ ഇവിടെ അമേരിക്കയുടെ ഇന്റർവെൻഷൻ ഉണ്ടായതായിട്ട് നമുക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ല. കാരണം ഇന്ത്യയുടെ പൊസിഷൻ വളരെ ക്ലിയർ ആണ്. ഇന്ത്യയുടെ പൊസിഷൻ അത് POK വിഷയമാണെങ്കിലും ടെററിസം ആണെങ്കിലും എല്ലാത്തിനും വളരെ ക്ലിയർ ആയിട്ട് തന്നെ ഇന്ത്യ പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ മെസ്സേജ് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊടുത്തതും. അത് മാത്രമല്ല, അവിടുത്തെ ഭരണാധികാരികൾ ചെയ്യുന്ന ഓരോ കാര്യവും എടുത്തു പറഞ്ഞുകൊണ്ട് ഇതെല്ലാം ഇന്ത്യ അറിയുന്നുണ്ട് എന്ന രീതിയിലുള്ള സന്ദേശമാണ് ഒരു പ്രധാനമന്ത്രി അത് പറയുമ്പോൾ. അവിടുത്തെ ഭരണാധികാരികൾ അവിടുത്തെ ഭീകരരെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നതിന് ഉദാഹരണമായിട്ട്
ഇന്ത്യ കൊലപ്പെടുത്തിയ അവിടുത്തെ ഭീകരവാദികളുടെ സംസ്കാര ചടങ്ങിൽ അവിടുത്തെ ഭരണ നേതൃത്വം പങ്കെടുക്കുകയാണ്. അതിവിടെ കയ്യും കെട്ടി നോക്കിയിരിക്കാൻ പറ്റില്ല. എന്നിട്ട് പറയുകയാണ് ഭീകരൻ പോലും അതെ അവിടെ ഒരു മതപണ്ഡിതനായിട്ട് വന്ന് അവിടെ പ്രാർത്ഥന ചൊല്ലുകയാണ്. ഇതെല്ലാം ഇന്ത്യ അറിഞ്ഞിട്ടുണ്ട് എന്നുള്ള സന്ദേശം കൂടി പാകിസ്ഥാന് നൽകുകയാണ് ചെയ്യുന്നത്. ശ്രീ കേണൽ